ഇതാ CO1 പച്ചച്ചീര. അപ്പോൾ ഈ പച്ചച്ചീരയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം നട്ടാൽ മതി നമ്മുടെ പറമ്പിൽ. പിന്നെ തനിയെ മുളച്ചോളൂ ഇതിൻ്റെ പൂ വന്നിട്ട്. പിന്നെ ഇത് കട്ട് ചെയ്ത് എടുക്കുന്തോറും ഒരുപാട് നാൾ നമുക്കിത് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ചീരയാണ്. നമുക്ക് കടകളിൽ നിന്നൊക്കെ പച്ചച്ചീര മേടിക്കാൻ കിട്ടൂലേ, ആ ചീരയാണിത്. മിക്ക ആൾക്കാർക്കും പച്ചച്ചീരയാണ് ഇഷ്ടം ചുവന്ന ചീരനേക്കാളും. അപ്പോൾ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം നമ്മുടെ വിത്ത് മേടിച്ച് നമ്മുടെ പറമ്പിൽ നട്ടാൽ പിന്നെ അതിൻ്റെ വിത്തുകൾ ഇങ്ങനെ പറമ്പിൽ കിടക്കും. എന്നിട്ട് തനിയെ മുളച്ച് വരും. പിന്നെ ഒരു വർഷക്കാലത്തും കൃഷി ചെയ്യാതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ സാധാരണ ചുവന്ന ചീരയൊക്കെ വർഷക്കാലത്ത് പറ്റൂല. ഈ ചീര വർഷക്കാലത്തും കൃഷി ചെയ്യാം. ഇതിന് നമ്മൾ കട്ട് ചെയ്യും തോറും ഇഷ്ടം പോലെ ചെനപ്പൊന്ന് ഒരുപാട് നാൾ ഞാൻ പറഞ്ഞല്ലോ നിൽക്കും ഈ ചീര. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മൾ വിത്തിനായിട്ട് നിർത്താം. അപ്പോൾ അതിൻ്റെ വിത്ത് നമുക്കിനി പിന്നെ എടുത്തൊന്നും വെക്കേണ്ട ആവശ്യം വരില്ല. അത് പറമ്പിൽ കിടന്നിട്ട് നമുക്ക് അടുത്ത വർഷം തനിയെ ആ വിത്ത് മുളച്ചോളും. മഴ പെയ്യണ ടൈമിൽ, ഇടമഴയൊക്കെ കിട്ടുന്ന ടൈമിൽ, മഴക്കാലത്തൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് ഈ ചീര കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചുവന്ന ചീരയുടെ ഇടയിൽ പച്ചച്ചീരയും കൂടെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇലപ്പുള്ളി രോഗമൊക്കെ കുറവായിരിക്കും. നമ്മൾ ഇട കലർത്തി നട്ട് കഴിഞ്ഞാൽ. അപ്പോൾ പച്ചച്ചീര എന്ന് വെച്ചാൽ നല്ല വെയിറ്റ്, നമുക്ക് വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യണവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ചീരയാണ്. നല്ല വെയിറ്റ് ആയിരിക്കുള്ളൂ ഈ ചീരക്ക്. കണ്ട ഞാനിപ്പോൾ നട്ടേക്കാന്ന് പറഞ്ഞാൽ HDPയുടെ ചീര നടണ ബാഗിലാണ് നട്ടേക്കണത്. നമ്മൾ ഇത് ആവശ്യത്തിന് ഇതിൽ നിന്ന് വിളവെടുത്തുകൊണ്ടിരിക്കണതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് ചീര കൃഷി ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരൊറ്റ ബാഗ് മതി നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ചീര കൃഷി ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ചീര വിത്ത് ഇട്ട് കൊടുത്താൽ മതി. പറിച്ച് നടണതൊന്നുമല്ല, ഞാൻ നേരിട്ട് പാകി കൊടുത്തതാണ് കേട്ടോ വിത്ത് ഇതിലേക്ക്. എന്നിട്ട് ഇതിപ്പോൾ ബാഗിൽ കാരണം നമ്മൾ ആദ്യമായിട്ട് വിത്ത് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ തനിയെ മുളച്ച് വന്നതാണ് ഈ ചീരത്തൈകളൊക്കെ. ഇനി നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് പറിച്ചെടുക്കണ്ട. ഈ പച്ചച്ചീര എപ്പോഴും കട്ട് ചെയ്ത് എടുക്കലാണ് നല്ലത്. കട്ട് ചെയ്ത് എടുക്കും തോറും നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കട്ട് ചെയ്യുക. അങ്ങനെയാണ് ഈ ചീരയുടെ ഒരു പ്രത്യേകത. കാര്യമായ കീടങ്ങളുടെ ശല്യങ്ങളൊന്നും ഇല്ലാത്തതാണ് ഈ പച്ചച്ചീര എന്ന് പറഞ്ഞാൽ. നമുക്ക് എളുപ്പം കൃഷി ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്കിതൊരു പ്രാവശ്യം നമ്മുടെ വീട്ടിൽ നട്ടാൽ മതി. പിന്നെ നമുക്കിങ്ങനെ വിത്തൊന്നും അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഈ പച്ചച്ചീരയുടെ വിത്തുകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. ചീര വിത്തൊക്കെ മേടിച്ചിട്ട് സ്ഥലമുള്ളവർക്ക് നമുക്ക് താഴെയൊക്കെ നമുക്ക് കൃഷി ചെയ്യാം. അല്ലാത്തവർക്ക് ഇതേപോലെ ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലൊക്കെ കൃഷി ചെയ്യാം. അപ്പോൾ എല്ലാവരും പച്ചച്ചീരയും നമ്മുടെ അടുക്കള തോട്ടത്തിൽ കൃഷി ചെയ്യണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.